നമസ്തേ. ഇന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതെ, സീതാന്വേഷണത്തെ കുറിച്ചാണ്. അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, 8 ദിക്കിലേക്കും ലക്ഷക്കണക്കിനുള്ള വാനരന്മാരോടൊപ്പം ധീരന്മാരായ വാനര സേനാധിപതികളെ കൂടി അയച്ചിരുന്നു. ഇപ്പോ പശ്ചിമ ദിക്കിലേക്ക് സുശേഷണനാണ് നേതാവായിട്ട്, അതിന്റെ സൈനികരുടെ തലപ്പത്തുള്ള ആളായിട്ട് പോയത്. ഉത്തര ദിക്കിലേക്ക് ശതബലി എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനെയാണ്. പൂർവ്വ ദിക്കിലേക്ക് വിനതനെ, ദക്ഷിണ ദിക്കിലേക്ക് അംഗദനെ അയച്ചു. അന്വേഷണത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദക്ഷിണ ദിക്കിനാണ് നൽകിയത്. അതുകൊണ്ട് ആ ദക്ഷിണ ദിക്കില് ഹനുമാൻ, അംഗദൻ, ജാംബവാൻ, നീലൻ തുടങ്ങിയവരെയും നളനെയും ഒക്കെ അയച്ചു. അനേകായിരം രാക്ഷസപ്പടകൾ വീതമാണ് ഓരോ ദിക്കിലേക്കും സീതാന്വേഷണത്തിനായിട്ട് പോയത്. അപ്പോൾ സീതയെ കണ്ടെത്തിയാൽ ഒരു ശ്രീരാമന്റെ ദൂതൻ തന്നെയാണ്, അല്ലെ ശ്രീരാമന്റെ അടുക്കൽ നിന്ന് വരുന്ന ആള് തന്നെയാണ് എന്നറിയുന്നതിന് വേണ്ടി ഒരു 3 അടയാളങ്ങൾ ശ്രീരാമൻ പറഞ്ഞു വിടുന്നുണ്ട് അവരുടെ അടുത്ത്. അതിൽ ഒന്നാമത്തെ അടയാളം, ശ്രീരാമൻ വനവാസത്തിന് പോകുന്നു എന്ന് സീതയുടെ അന്തഃപുരത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ, അവിടെ കൊട്ടാരത്തിൽ സാധാരണ വസ്ത്രധാരണത്തോടു കൂടിയാണല്ലോ സീത ഇരിക്കുന്നത്. ആ വസ്ത്രത്തോടു കൂടി ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കപട കോപം അഭിനയിച്ചുകൊണ്ട് ശ്രീരാമനോടൊപ്പം വന്നു. അതാണ് ഒന്നാമത്തെ അടയാളമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ അടയാളമായി പറഞ്ഞത്, അവര് വനവാസത്തിനായിട്ട് വന്ന് പിന്നെ ഗംഗാതീരം ഗുഹൻ എന്ന് പറയുന്ന കാട്ടാള രാജാവ് അവരെ കടത്തി വിട്ട് കുറച്ചു ദൂരം ഇങ്ങനെ വന്നപ്പോൾ ചെറിയ കുറ്റിക്കാടുകളൊക്കെ കണ്ടു. അപ്പം ഇവിടെ നമുക്ക് വനവാസത്തിന് ഉപയോഗിച്ചൂടെ എന്ന് ബാലചാബല്യത്തോടു കൂടി സീത ശ്രീരാമനോട് ചോദിച്ചു. അത് കഴിഞ്ഞ മൂന്നാമത്തെ അടയാളമായി പറയുന്നത്, ഒരു ദിവസം ശ്രീരാമന് സീതയെ അന്തഃപുരത്തിൽ ഇരിക്കുമ്പോൾ സീത ശ്രീരാമന്റെ കാല് തടവി കൊടുക്കുകയായിരുന്നു. അങ്ങനെ കാല് തടവി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ സീതയുടെ വിരലിൽ അണിഞ്ഞിരുന്ന വിശിഷ്ടമായ രത്നത്തോടു കൂടിയ മോതിരത്തിനെ സീത വലിച്ചെറിഞ്ഞു. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ രത്നമോതിരം ഭവതി വലിച്ചെറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു കരിമ്പാറയിൽ അങ്ങയുടെ പാദം സ്പർശിച്ചപ്പോൾ അവൾ സുന്ദരിയായ സ്ത്രീയായി മാറി. ആരാണത്? അഹല്യ. അപ്പോ ഈ വിശിഷ്ടമായ രത്നാഭരണത്തിന്റെ കല്ലിൽ അങ്ങയുടെ കാൽ തൊട്ടാൽ എന്തോരം സുന്ദരിയായിട്ടുള്ള ആളായിരിക്കും അന്നേരം ഉണ്ടാകുന്നത്. അപ്പൊ എന്റെ കാര്യമോ എന്ന് പറഞ്ഞ അർത്ഥോക്തിയിൽ സീത നിർത്തി. ഇതാണ് 3 അടയാളം. ഈ 3 അടയാളവും പറഞ്ഞു കൊടുത്താണ് ഇവരെ വിടുന്നത്. അങ്ങനെ 4 ദിക്കിലും ആയിട്ട് ഇവരിങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് കാടുകളും മേടുകളും എല്ലാം അവർ പരിശോധിക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും അടയാളം സീതയെ കാണാതെ പോയി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവര് നടന്ന് വലിയ വിസ്തൃതമായ ഒരു വനപ്രദേശത്ത് എത്തി. നല്ല മഴയാണ്, പുറത്ത് നല്ല മഴ പെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു എരമ്പൽ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അപ്പൊ അവർക്ക് വിശപ്പും ദാഹവും കൊണ്ട് അവര് വളരെ ക്ഷീണിതരായിരുന്നു. അങ്ങനെ അവര് ആ സംഘത്തലവന്മാർ പരിഭ്രമിച്ച് 4 പാടും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ കുറച്ച് പക്ഷികൾ കൂട്ടത്തോടെ പറന്നു പോകുന്നു. അപ്പൊ അവയുടെ ശരീരത്തിൽ നിന്ന് തുള്ളിയായിട്ട് വെള്ളം വീഴുന്നു. അപ്പൊ അവിടെ എവിടെയോ നല്ല തടാകമുണ്ട് എന്നവര് മനസ്സിലാക്കി. അങ്ങനെ അവരങ്ങോട്ട് നടന്നു ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഗുഹ കണ്ടു. ആ ഒരു ഇടുങ്ങിയ ഗുഹ. ആ ഗുഹയിലൂടെ അവരെല്ലാരും വളരെ ദൂരം സഞ്ചരിച്ചപ്പോ വിശാലമായ ഒരു ഉദ്യാനമാണ് കണ്ടത്. ആ ഉദ്യാനത്തില് അവിടെ ഒരു ആള് ഏകാഗിയായിട്ട് ഒരു സുന്ദരിയായ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ സുന്ദരിയായ സ്ത്രീയെ കണ്ട് അതാരാണെന്ന് അവർ ചോദിച്ചപ്പോൾ അവരുടെ കഥ പറയാൻ തുടങ്ങി. അവരുടെ പേര് സ്വയംപ്രഭ എന്നായിരുന്നു. ദേവലോകത്തെ
രംഭ എന്ന് പറയുന്ന സുന്ദരിയുടെ വിശ്വസ്ത പരിചാരികയായിരുന്നു സ്വയംപ്രഭ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു അസുരൻ വന്നു. ഒരു അസുര വീരൻ വന്നിട്ട് ചതുരാസ്യൻ എന്നാണ് അയാളുടെ പേര്. ഈ ചതുരാസ്യൻ പതുക്കെ സ്വയംപ്രഭയെ സ്വാധീനിച്ചു. സ്വയംപ്രഭയെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, രംഭയെ എൻ്റെ അധീനത്തിലാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വയംപ്രഭ സമ്മതിച്ചു. സ്വയംപ്രഭ അങ്ങനെ രംഭയെ ചതുരാസ്യന് അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ചതുരാസനെ അധീനപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ചതുരാസൻ രംഭയെയും സ്വയംപ്രഭയും കൊണ്ട് നേരെ ഈ ഗുഹയുടെ അവിടെ വന്ന് അവിടെ ഒരു നല്ല ഉദ്യാനം ഉണ്ടാക്കി കൊടുത്തു. ആ ഉദ്യാനത്തില് വൃക്ഷലതാദികൾ ആഹാരം കൊടുക്കും. ബാക്കി അവിടെ അതിനകത്ത് ഒരുപാട് രത്നങ്ങൾ ഉണ്ടായിരുന്നു. ആ രത്നക്കല്ലുകളിൽ നിന്നുള്ള ശോഭ നല്ല പ്രകാശമാനമായി വെളിച്ചമായി ആ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ സ്വയംപ്രഭയും രംഭയും ചതുരാസനും അവിടെ തന്നെ വസിച്ചിരുന്നു. അങ്ങനെ വസിച്ചിരുന്ന സമയത്ത് ദേവേന്ദ്രൻ ഇതറിഞ്ഞു. ദേവേന്ദ്രൻ ഇത് അറിഞ്ഞുകൊണ്ട് വന്ന് ചതുരാസ്യനെ വധിച്ച് രംഭയെ വീണ്ടെടുത്തു. എന്നാൽ സ്വയംപ്രഭയെ കൊണ്ടുപോയില്ല. സ്വയംപ്രഭയ്ക്ക് ഒരു ശാപം കൊടുത്തു. നീ ഏകാഗിയായി ഇവിടെ തന്നെ ഇരുന്നു കൊള്ളണമെന്നൊരു ശാപം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ശ്രീരാമന്റെ സീതാദേവിയെ അന്വേഷിച്ച് ഒരു സംഘം ഇവിടെ വരും. ആ സമയത്ത് ശ്രീരാമ ദർശനം കിട്ടി നിനക്ക് മോക്ഷം കിട്ടും. അങ്ങനെ ശാപമോക്ഷവും കൊടുത്തു. അപ്പോ സീതാന്വേഷികളായിട്ട് വന്നിട്ടുള്ളവരാണല്ലോ എത്തിയത്. അവർക്ക് ആഹാരാദികളെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് നിൽക്കണം. അപ്പോ ഈ ഞാനും ഈ ഉദ്യാനവും എല്ലാം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് നിങ്ങൾ നിന്ന് ആ മൈതാനത്ത് തന്നെ ആ വനപ്രദേശത്ത് തന്നെ നിങ്ങൾ എത്തും. അങ്ങനെ വാനരന്മാരെല്ലാം കണ്ണടച്ചു നിന്നു. ശകലം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പം ഉദ്യാനവും ഒന്നുമില്ല. അവർ നിന്ന് ആദ്യത്തെ മൈതാനത്ത് അവർ നിൽപ്പുണ്ട്. ഈ സ്വയംപ്രഭ നേരെ ശ്രീരാമനെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. അദ്ദേഹം അവളെ ദേവലോകത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ നിന്ന് വീണ്ടും ഇവര് തെക്കോട്ട് നടന്നിട്ട് ഇവര് സമുദ്രതീരത്തെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല, മനസ്സിലായില്ലേ? അങ്ങനെ അവര് അവിടെ നിന്നിട്ട് തിരിച്ച് സീതയെ കാണാതെ ചെന്നാൽ സുഗ്രീവൻ വാളുകൊണ്ട് ചിരച്ഛേദം ചെയ്യും. നേരത്തെ പറഞ്ഞാണ് വിട്ടത്. സീതയിൽ നിന്ന് എന്തെങ്കിലും ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ചിരച്ഛേദം ചെയ്യും, കണ്ടച്ഛേദം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇവിടെ കിടന്ന് സ്വയം ഈശ്വരനെ സ്തുതിച്ച് മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള വിചാരത്താൽ അവര് അതിനുള്ള പ്രാരംഭ നടപടികൾ ചെയ്തു തുടങ്ങി. അങ്ങനെ മഹേന്ദ്രതടത്തിലെ വിശാലമായ മൈതാനത്ത് അവര് ദർഭ വിരിച്ച് അനശന വ്രതം അനുഷ്ഠിച്ച്, അനശന വ്രതം എന്ന് പറഞ്ഞാല് മരിക്കുന്നതിന് വേണ്ടി വിദർഭ വിരിച്ച് അതിൽ കിടന്നുകൊണ്ട് മന്ത്രങ്ങൾ ജപിച്ച് മരിക്കുക. അങ്ങനെ അവര് മരിക്കാനായിട്ട് തയ്യാറെടുത്ത് അങ്ങനെ കിടക്കുകയാണ്. സീതയെ പറ്റി ഒരു വിവരവും ഇല്ല. തിരിച്ചു ചെന്ന കിളച്ഛേദം ചെയ്യും. അതുകൊണ്ട് പേടിച്ചിട്ട് അവരങ്ങനെ അവിടെ കിടന്നു. അങ്ങനെ അങ്കദൻ, ഹനുമാൻ, ജാംബവാൻ, നീലൻ, നളൻ, നീലൻ എല്ലാരും തെക്കേ ദിക്ക് പോയി സമുദ്രം ഇനി അങ്ങോട്ടൊന്നിനും പോകാൻ പറ്റത്തില്ല. അങ്ങനെ അവരവിടെ കിടക്കുന്ന സമയത്ത് അതിന്റെ വേറൊരു ഭാഗത്ത് ഒരു ഗുഹയ്ക്കകത്ത് ഒരു പക്ഷി ശ്രേഷ്ഠൻ, പുള്ളിക്കാരൻ വൃദ്ധനായി, നടക്കാനും ഒന്നും വയ്യ, പറക്കാനും വയ്യ, കാലൊടിഞ്ഞ് ഈ ചിറകെല്ലാം കരിഞ്ഞ് അങ്ങനെ വൃദ്ധനായിട്ട് കിടക്കുക. അപ്പൊ വിശന്ന് ഒരു രക്ഷയില്ലാതെ ഗുഹയിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കിയപ്പം ഇവിടെ വാനരന്മാരെല്ലാരും കിടക്കുന്നു. അപ്പൊ അതിൽ ഓരോരുത്തരെയായിട്ട് ഭക്ഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവരവിടെ ഇരുന്നപ്പോഴത്തേക്ക് അയ്യോ നമ്മൾക്ക് ഇങ്ങനെ ഒരു മരണമാണല്ലോ ദൈവവിധി, ആ ജഡായു ആണെങ്കിൽ ഭഗവാനെ കണ്ടാണ് മോക്ഷം പ്രാപിച്ചത് എന്നിങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചു. ജഡായു എന്നുള്ള പേര് കേട്ടപ്പോ ഇയാൾ ഏന്തി, ഈ പക്ഷിശ്രേഷ്ഠൻ പേര് സമ്പാദി ഏന്തി വലിഞ്ഞ് ഈ വാനരന്മാരുടെ അടുത്ത് വന്ന് കുശലപ്രശ്നമൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് സമ്പാദിയോട് ജഡായുവിന്റെ കാര്യം അവർ പറയുന്നത്.
ജടായു ശ്രീരാമനെ കണ്ട് രാവണൻ ചിറക് വെട്ടി വീഴ്ത്തി ശ്രീരാമനെ കണ്ട് മോക്ഷം സീതയെ കൊണ്ടുപോയ കാര്യം പറഞ്ഞ് മോക്ഷം പ്രാപിച്ചു. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ സമ്പാദി പൊട്ടിക്കരഞ്ഞു. സമ്പാദിയുടെ അനുജനാണ് ജടായു. അതുകൊണ്ടാണ് സമ്പാദി പൊട്ടിക്കരഞ്ഞിട്ട് അവരുടെ ജീവിത കഥ പറയാൻ തുടങ്ങി. ചേച്ചി, അപ്പൊ നമ്മള് ഇനി അടുത്തത് പറയാൻ പോണ സമ്പാദിയുടെ കഥയാണ്. അതെ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ കൊച്ചു മക്കൾക്ക് ഇതിപ്പം എല്ലാരും വലിയവരും എല്ലാം കാണുന്നുണ്ടാവും. അമ്മൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോ ഇവര് കാണുന്നത്. അപ്പൊ കുഞ്ഞു മക്കൾക്ക് എന്തൊക്കെയാണ് നല്ല എന്തെങ്കിലും ഉപദേശങ്ങള് ടീച്ചറമ്മേടത് പറയാനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മള് ചെറുപ്പത്തിലെ ശീലിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മരണം വരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതാകാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ കാണുന്നതാകാം. ഏതായാലും ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ കള്ളം പറയാൻ പാടില്ല. സത്യമേ പറയാവൂ. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ തല പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു, അത് വീട്ടിൽ പറയാൻ മടിച്ചു, ഒളിച്ചു വെച്ചു, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു, മാർക്ക് കുറവായതുകൊണ്ട് വീട്ടിൽ പറയാതിരുന്നു, അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാർക്ക് കുറയുകയും കൂടുകയും ചെയ്യും. അത് ഇപ്രാവശ്യം കുറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് സത്യമേ പറയാവൂ. നിങ്ങൾ കൊച്ചു കുട്ടികളാണെങ്കിലും കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കണം അമ്മയോ അച്ഛനോ. നിങ്ങൾക്ക് ഓരോ ദിവസവും സ്കൂളിലുണ്ടാകുന്ന വിഷയങ്ങൾ, കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ വീട്ടില് അച്ഛനോടോ അമ്മയോടോ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണം. അപ്പൂപ്പനോടും അമ്മൂമ്മയോടും പറയുന്നത് നല്ല കാര്യം തന്നെ. എന്നാലും നമുക്ക് നേരിടുന്ന വിഷമങ്ങള് അല്ലെങ്കിൽ സന്തോഷങ്ങൾ, ഇതെല്ലാവരും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവരാണ്. അവരോട് പറയുക, അവര് നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരും. ഒരിക്കലും തൻ്റെ മക്കൾ മോശപ്പെട്ട വഴികളിലൂടെ പോകണമെന്ന് ഒരു രക്ഷിതാക്കളും ആഗ്രഹിക്കില്ല. എല്ലാവരും ആഗ്രഹിക്കും എൻ്റെ മക്കളെ പഠിക്കാൻ വിട്ടു, അവർക്ക് വേണ്ടുന്ന സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, അപ്പോൾ അവർ ഏറ്റവും നല്ല മിടുക്കരായി വരണം, നല്ല സ്വഭാവമുള്ളവരായി വരണമെന്ന് ഏതൊരച്ഛനും അമ്മയും ആഗ്രഹിക്കും. തൻ്റെ മക്കളെ പറ്റി അടുത്തവർ നല്ലത് പറയുന്നത് കേൾക്കുമ്പോഴാണ് അച്ഛനായാലും അമ്മയ്ക്കായാലും അഭിമാനം തോന്നുന്നത്. അപ്പോൾ അതിനുള്ള നമ്മളെപ്പറ്റി നല്ലതങ്ങ് പറഞ്ഞില്ലെങ്കിലും മോശം പറയാതിരിക്കാനുള്ള ഒരു നല്ല കാര്യം മക്കള് ചെയ്യേണ്ടതാണ്. അത് പേടിച്ചിട്ട് വേറെ മറ്റു ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴാണ് പല തെറ്റായ വഴികളിലൂടെ പോകുന്നത്. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പേടിക്കണ്ട. നമുക്ക് വീട്ടിലുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് എപ്പോഴും നമുക്ക് സേഫായിട്ടുള്ള കാര്യം. നമ്മളെ നല്ല വഴിക്ക് നയിക്കാൻ അച്ഛനോടോ അമ്മയോടോ ഒപ്പം വേറെ ആരും ഉണ്ടാവില്ല. അമ്മയും അച്ഛനും നമ്മുടെ നല്ല വഴികാട്ടികളാണ്. അവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിച്ചോ ആ ബുദ്ധിമുട്ടുകൾ സ്വന്തം മക്കൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ ഉദ്യോഗത്തിന് പോവുകയും ജോലിക്ക് പോവുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യും. ചിലപ്പം മക്കളെ കൂടുതൽ വാത്സല്യത്തോടെ അവരോട് സംസാരിക്കാനും ഇടപെടാനും സമയം കിട്ടിയില്ലെന്ന് വരും. എങ്കിലും അവരെ കേൾക്കാൻ അച്ഛനും അമ്മയും സമയം കണ്ടെത്തണം. അവരോട് പറയാൻ മക്കളും സമയം കണ്ടെത്തണം. ഇത് ഇനി ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നു വരുന്ന ഈ ഒരുപാട് കൊലപാതകങ്ങള്, ചെറിയ നിസാര കാര്യങ്ങൾക്ക് സഹോദരങ്ങൾ തമ്മില് വൈരാഗ്യ ബുദ്ധി, അതൊന്നും നമ്മുടെ സമൂഹത്തിന് യോജിച്ചതല്ല. ഇളയവരോട് സ്നേഹവാത്സല്യത്തോടെ മൂത്തവർ പെരുമാറണം. മൂത്ത കുട്ടികൾ കുറച്ച് ക്ഷമിക്കണം. അവരിച്ചിരി ദേഷ്യപ്പെട്ടു, അല്ലെ വഴക്ക് പറഞ്ഞു, അല്ലെ അനിയൻ അടിച്ചു, ഉടനെ തിരിച്ചവനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. തൻ്റെ സഹോദരനാണ്, തൻ്റെ രക്തത്തിൽ പിറന്നവനാണ് എന്നുള്ളൊരു സ്നേഹം എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ചേട്ടന്മാരെ അനിയന്മാരെ സ്നേഹിക്കുമ്പോൾ, അല്ലെ ചേട്ടന്മാർ അനിയത്തിമാരെ സ്നേഹിക്കുമ്പോൾ, അല്ലെ ചേച്ചിമാർ അനിയത്തിമാരെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് ആ സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും വരും. സ്വാഭാവികമായി അവർ മുതിർന്നു വരുമ്പോൾ ചേച്ചിക്കോ അല്ലെ ചേട്ടനോ അല്ലെ അനുജ തന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും
അതനുസരിച്ച് അവർ പെരുമാറുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ തിന്മകൾക്കും ഒരു പ്രധാന കാരണം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ്. അത് ഏത് വഴി കൂടെ വേണമെങ്കിലും വരാം, ഏത് വഴി കൂടെ വേണം. മുട്ടായിയുടെ രൂപത്തിൽ വരാം, പൊടിയുടെ പല ജ്യൂസിൽ വരാം. ഇതെല്ലാം അടുത്തവര് നമുക്ക് തരുന്നത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത നമുക്കുണ്ടാകണം. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ ചതിക്കുഴികളിലൊന്നും വീഴാതെ മുന്നോട്ട് പോകണം, നല്ല ഒരു തലമുറയായി വരണം എന്നാണ് മക്കളോട് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം. നന്ദി.